പാതഞ്ജല യോഗസൂത്രത്തിലെ മൂന്നാമത്തെ സൂത്രമായ തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം എന്നുള്ള സൂത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് യോഗം, എന്താണെന്നാണ് പറഞ്ഞത്? ചിത്തവൃത്തി നിരോധമാണ് യോഗം. അതിൽ നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി സമാധി രൂപത്തിൽ ഇരിക്കുമ്പോഴാണ് ആ കൈവല്യാവസ്ഥ പ്രാപിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സമാധി രൂപത്തിൽ എന്താണോ ഉണ്ടാകുന്നത് അതാണ് തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. ദ്രഷ്ടുഹു, ഇതാരാണോ അനുഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ കൈവല്യാവസ്ഥയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണോ ദ്രഷ്ടുഹു, അത് ആരുടെ, ആ ഒരു പുരുഷന്റെ അവസ്ഥ, ഒരു മനുഷ്യാവസ്ഥ എന്താകുന്നു, അതിൽ എന്താണോ ആ ഒരു പുരുഷൻ അനുഭവിക്കുന്ന, ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത്, ആ ഒരു അവസ്ഥയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സമാധിയിലിരിക്കുമ്പോൾ സ്വരൂപേ അവസ്ഥാനം, തൻ്റെ ആ ഒരു സ്വരൂപത്തിലാണ് അവസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അവസ്ഥാനം എന്ന് വെച്ചാൽ ഇരിപ്പിടം, അഥവാ എങ്ങനെയാണോ ആ ഒരു മനുഷ്യൻ നിൽക്കുന്നത് സമാധി എന്നുള്ള അവസ്ഥയിൽ സ്വരൂപേ. ഈ സമാധി കൊണ്ട്, ഇവിടെയുള്ള ആ സമാധി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ സുഖമോ ദുഃഖമോ ദ്വേഷമോ രാഗമോ ഒന്നുമില്ലാത്ത അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ കൂടെ ഈ ഒരു മനുഷ്യൻ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം സമാധിയിൽ നമ്മളുടെ മനസ്സിനെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സൂത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എങ്ങനെയാണോ സ്വരൂപം, ഈ സമാധിയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മനോവ്യാപാരം, തൻ്റെ രൂപം എന്നറിയപ്പെടുന്നത് ആ സ്വാവസ്ഥയാണ്, തൻ്റെ അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ എന്നുള്ളത് ഇവിടെ സുഖമില്ല, രാഗമില്ല, ദ്വേഷമില്ല, ദുഃഖമില്ല, സന്തോഷമില്ല. ആകെ മനസ്സിനെ നിയന്ത്രിച്ച് എല്ലാം സമചിത്തതയോടുകൂടി കാണുവാനുള്ള മനസ്സാണ് അവിടെ ഉണ്ടാകുന്നത്. ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ അവിടെ എന്നുള്ള തൻ്റേത് എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമാധിയിൽ നിന്നുകൊണ്ട് ഏകാഗ്രമായ മനസ്സിൽ നിന്നും ആ ഏകാഗ്രമായ മനസ്സോടുകൂടി പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, ഈശ്വര ചിന്ത വന്ന് കൈവല്യത്തിലേക്ക് എത്തുമ്പോൾ, എന്തായാലും ആ ഒരു മനസ്സിൻ്റെ സ്വസ്ഥതയോടുകൂടി നിൽക്കുമ്പോൾ, ആ മനോവ്യാപാരത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അതാണ് സ്വരൂപേ അവസ്ഥാനം എന്ന് പറയുന്നത്. ഇതാരാണോ ചെയ്യുന്നത്, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് ആരാണോ, അവരുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ശാന്തമായി നിൽക്കുന്ന, എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, വളരെ സന്തോഷമാകട്ടെ ദുഃഖമാകട്ടെ ദ്വേഷമാകട്ടെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നേയില്ല എന്ന മനസ്സിന് ഉടമയാകാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ഒരു സ്വരൂപം, നമ്മളുടെ ആ ഒരു ഏകാഗ്രമായ മനസ്സിൻ്റെ ഉടമയാകുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു സൂത്രത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതാണ് തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. മനസ്സിൽ ഈ രജസ് തമോ ഗുണങ്ങളൊന്നും നമ്മളെ ഒരു മോശമായ രീതിയിൽ ബാധിക്കാത്ത, അതിനെല്ലാം കൃത്യമായ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ആ ഒരു സ്വരൂപത്തിൽ നിൽക്കാനായിട്ട് കഴിയുക. അത് സമാധിയിലൂടെയാണ് സാധിക്കുന്നത്. കൈവല്യാവസ്ഥയിലെത്തുമ്പോഴാണ് അത് സാധിക്കുന്നത്. ഈ ഒരു ഏകാഗ്രതയ്ക്കും സംപ്രജ്ഞാത സമാധി അസംപ്രജ്ഞാത സമാധി എന്നുള്ള ഈ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് സാധിക്കുന്നതാണ്. ഇതാണ് ഈ ഒരു സൂത്രത്തിലൂടെ ഇതാണ് അർത്ഥമാക്കുന്നത്. എന്തായാലും ഈ ഒരു ഏകാഗ്രതയിലൂടെ നമുക്ക് മറ്റൊന്നും, ഒരു വിഷയങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല എന്ന മനസ്സോടുകൂടി നമുക്ക് നിൽക്കാൻ സാധിക്കുന്നു. ആ സ്വരൂപം എന്നുള്ള അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം എന്ന സൂത്രം അർത്ഥമാക്കുന്നത്.